ഹലോ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പ്ലാക്കറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മെറ്റീരിയൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോളറിൻ്റെ ഒരിതാണ്. അത് നമ്മളിങ്ങനെ ഒരു രണ്ട് സൈഡിലും സ്ട്രെയിറ്റ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇങ്ങനെ ഒരു വി ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഈ മെറ്റീരിയൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നമുക്ക് പ്ലാക്കറ്റ് കറക്റ്റായിട്ട് അടിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതൊരു ലൈനിങ് പീസാണ്. നമ്മളിത് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാണ്. അപ്പോൾ ലൈനിങ് പീസ് എടുത്തിട്ട് നമ്മൾ നല്ല വശത്തിൻ്റെ അടിവശത്തേക്ക് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ പ്ലാക്കറ്റ് ഇങ്ങനെ ഇതുപോലെ തന്നെ ചേർത്ത് വെച്ചിട്ട് ആ ഒരു വിടിയിച്ച ഭാഗം നേരെ കിട്ടും. നമുക്കിങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലുക്കിൽ നമുക്ക് അടിച്ച് കിട്ടും. കണ്ടില്ലേ, നമുക്ക് ഈ ഒരു ലുക്കിൽ തന്നെ അടിച്ചു കിട്ടും. സ്ട്രെയിറ്റ് അടിച്ചിടാൻ പറ്റും. അതിനുശേഷം നമ്മളിങ്ങനെ ആ ഒരു മെറ്റീരിയൽ മടക്കി വെച്ചിട്ട് നോർമൽ നമ്മൾ പടി വയ്ക്കുന്ന പോലെ തന്നെ നമ്മളങ്ങ് ചേർത്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. ആദ്യം എനിക്ക് നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ എന്ത് സിമ്പിളാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ ഷോർട്സിലൊക്കെ പലരും ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിത് ഭയങ്കര ടഫായിട്ട് തോന്നിയ കാര്യം എളുപ്പമാണ്. പക്ഷേ ആ ഒരു പ്ലാക്കറ്റിൻ്റെ ആ ഒരു സ്ക്വയർ ഉണ്ട് സെൻറ്ററിൽ. ഇതിൻ്റെ ആ ഒരു സ്ക്വയർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ ഇച്ചിരി പണിയുണ്ട്. ഇച്ചിരിയല്ല, കുറച്ച്, അങ്ങനെ വലിയ ഇതൊന്നുമല്ല. എന്നാലും നമ്മളത് ഒരു കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു പെന്നോ എന്തെങ്കിലും ഒരു ഈർക്കിലോ എന്തെങ്കിലും വെച്ചിട്ട് ഈ സാധനം നമ്മളിങ്ങനെ നിവർത്തി കൊടുക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിവർത്തി കൊടുത്താൽ മാത്രമേ നമുക്കത് സ്ക്വയർ പീസിൽ കിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു സ്ക്വയർ തന്നെ കിട്ടുകയും ചെയ്യും, ചുളുക്കൊന്നും ഇല്ലാതെ കിട്ടും. അതിനുശേഷം നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടേ അടിച്ചു കൊടുത്താൽ മതി. ഫിനിഷിംഗ് ആയിട്ട് നല്ല സൂപ്പറായിട്ട് പ്ലാക്കറ്റ് കിട്ടും. നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഇത് അവർ തേച്ച് ഇങ്ങനെ വെച്ചടിക്കുന്ന പോലെ അല്ല ചെയ്യുന്നത്. നമ്മൾ നോർമൽ തയ്ക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും തേക്കാനുള്ളൊരു ക്ഷമയില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ കൊണ്ട് നോക്കി എത്ര ഫിനിഷിങ് കിട്ടിയെന്ന് നോക്കി. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.